Waalaikumsalam warahmatullahi wabarakatuh. Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin wassalatu wassalamu ala sayyidina Muhammadin sallallahu alaihi wasallam wa alihi wa sahbihi al-faizina bilallah amma ba'd. ആദരണീയരായ ഉസ്താദന്മാരെ, സ്നേഹനിധികളായ ശ്രോതാക്കളായ മുഅ്മിനുകളെ, അല്ലാഹു തആല ഞാൻ പറയുന്നതും കേൾക്കുന്നതും അതിനുവേണ്ടി ഞാൻ ചെലവഴിക്കുന്ന സമയവും സമ്പത്തും എല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന വിജ്ഞാനം കരസ്ഥമാക്കാൻ നമ്മുടെ ഈ സദസ്സിലൂടെ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ചെയ്യുന്ന കാര്യങ്ങളിലുള്ള അപാകതകൾ അറിയാതെ പലപ്പോഴും നമ്മുടെ സമ്പത്തും സമയവും അത് ഒന്നിലും പെടാതെ പോകുന്ന സാഹചര്യങ്ങൾ വരുന്ന പല നല്ല വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന പലതിലും സാധാരണക്കാര് ആ ഭാഗങ്ങളിലേക്കൊന്നും കൂടുതൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ വരുന്ന അപാകതകളൊക്കെയും തിരുത്തി ചെയ്യുന്ന അമല് നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന രൂപത്തിലായി തീരാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും ഇന്ന് ശബ്ദം വേണ്ടതുപോലെ ഇല്ല. കാരണം അത്യാവശ്യം തെക്കുബീരും വിളിച്ചിട്ട് ശബ്ദക്കും പോയിട്ടുണ്ട് കോഴിക്കോട്ട്. ഏതായിരുന്നാലും അല്ലാഹു തആല നമ്മുടെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ശക്തി നൽകി നമ്മുടെ സംഘടനയെയും സംഘശക്തിയെയും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, വിചാരിച്ചതിനേക്കാൾ വലിയ മഹാസമ്മേളനം എന്ന് തന്നെ പറയാം. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇന്നലെ കോഴിക്കോട്ട് നിന്ന് തിരിച്ചെത്തി മൈക്കെടുക്കുന്ന ആദ്യ സമയമായതുകൊണ്ട് ഉണർത്തിയതാണ്. ആര് എന്ത് കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ പ്രവർത്തകർ അതിലൊന്നും വഞ്ചിതരാകുകയില്ല എന്ന് അൽഹംദുലില്ലാ ഇന്നലത്തെ കോഴിക്കോട് സമ്മേളനം വിളിച്ചറിയിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ടായ ഒരു ചെറിയ ഒരു സാഹചര്യം എന്നെ വല്ലാതെ അത് കണ്ട് എന്നെ വേദനിപ്പിച്ചു. മഹാനായ പേരോട് ഉസ്താദ് കുറെ കാര്യങ്ങൾ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴേക്ക് മഹാനായ AP ഉസ്താദിന്റെ പ്രവർത്തന മേഖലയും ഉസ്താദിന്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ വിശദീകരിച്ചപ്പോ അവിടെ ഒരുമിച്ച് കൂടിയ ഭൂരിപക്ഷം മുഅ്മിനീങ്ങളുടെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്നൊരവസ്ഥ. അതായത് ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞാൻ വല്ലാതെ അത് ശ്രദ്ധിച്ചു. ഞാൻ കൂട്ടത്തിലൊന്ന് പറയാണ്, ഒരിക്കൽ ഉംറക്ക് പോയപ്പോ 27ാം രാവിന്റെ അന്ന് മക്കയിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ കരയുന്നത് കണ്ടിട്ട് ഞാൻ കരഞ്ഞു. ഞാൻ എന്റെ ഒരു അവസ്ഥ പറയാണ്. എന്താ ഞാൻ കരഞ്ഞത്? അബ്ബേ, അവരുടെയൊക്കെ ആ മനസ്സിലെ ആത്മാർത്ഥതയാണല്ലോ ഈ മക്കയിൽ വെച്ച് 27ാം രാവിലെ അവർക്കൊക്കെ കരച്ചൽ വന്നത്. എനിക്ക് അങ്ങനൊരു കരച്ചൽ വന്നില്ലല്ലോ എന്നാലോചിച്ച് ഞാനും കരഞ്ഞുപോയി. അങ്ങനെയല്ലോ, മനസ്സിൽ ആത്മാർത്ഥതയും അതുപോലെ തന്നെ വരുമ്പോഴാണല്ലോ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെയും കണ്ണുനീരൊലിപ്പിക്കുക. അത് വല്ലാത്തൊരു കണ്ണുനീരാണ്. ഞാൻ സാന്ദർഭികമായി അതെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഓർത്ത് കരയുക. ആ രണ്ട് കണ്ണുനീര് ചിലപ്പം നരകമാകുന്ന ആ വലിയ അഗ്നിയെ കെടുത്തിക്കളയാൻ നമ്മുടെ ആ കണ്ണുനീര് മതിയാകും.
അതുകൊണ്ടാണല്ലോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് ഖത്താനി അസ്വദാനി മിനൽ ബുക്കായി, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കാരണത്താൽ കറുത്തതായ 2 വരകൾ, അതായത് വെള്ളം ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകി ചാലായി വന്നതുകൊണ്ട് അതൊരു കറുത്ത വരയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുണ്ടായിരുന്നു. ഖത്താൻ കാന ഫീ വജ്ഹിഹി ഖത്താനി അസ്വദാനി മിനൽ ബുക്കായി എന്നൊക്കെയും പണ്ഡിതന്മാർ മഹാനുഭാവനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് കാണാം. അപ്പൊ കരച്ചില് വരിക, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരച്ചില് വരിക, അത് വല്ലാത്ത മഹത്വമുള്ളൊരു അമലാണ്. ലാ യലിജുന്നാറ അഹദുൻ ബക്കാമിൻ ഖശിയത്തില്ലാഹ്, അള്ളാനെ ഭയപ്പെട്ട് കരഞ്ഞ ഒരുത്തൻ നരകത്തിൽ കടക്കുന്ന പ്രശ്നമേയില്ല, കടക്കുകയില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിലൊക്കെയും കാണാം. അപ്പൊ കരച്ചല് നല്ലൊരു അമലാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുക, ദീനിയായ കാര്യങ്ങളിലൊക്കെയും എന്തെങ്കിലൊക്കെയും പ്രശ്നങ്ങൾ വരുമ്പോ, ദീനിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോ, അല്ലെങ്കിൽ ആലിമീങ്ങൾക്കുള്ള ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോ അതൊക്കെ ആലോചിച്ച് കരയുക. എന്തായിരിക്കും ഈ നിലക്കൊക്കെ ഓരോരുത്തർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഈ ദീനിന്റെ, ഈ സംഘടനയുടെ, അതല്ലെങ്കിൽ ഈ മതത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് കരയുക. അത് വല്ലാത്തൊരു അമല. ഒന്നുകൂടി ഞാൻ വിഷയത്തിലേക്ക് വരാം. വിഷയം കൂടുതൽ നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മഹദിയായ ആയിഷ ബീവിയുടെ തലയിലേക്ക് മതിവെച്ച് ഉറങ്ങുകയാണ്. അങ്ങനെ ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ താടിയിൽ ഇങ്ങനെ കളിക്കാനാണ് ഭർത്താവിന്റെ താടിയും അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു കളി. അങ്ങനെ കളിക്കുന്നതിന്റെ ഇടയിൽ റസൂലുള്ളാഹിന്റെ ചില മുടികൾ നരച്ചതായി ആയിഷ ബീവി കണ്ടു. അപ്പൊ ആയിഷ ബീവി കരഞ്ഞു. എന്തിനാണ് കരഞ്ഞത്? നരക്കുക, തലമുടിയും താടിരോമൊക്കെയും നരക്കുക എന്നുള്ളത് മരണത്തിനോട് അടുത്ത അടയാളമാണ്. അപ്പൊ മഹാനായ റസൂലുള്ളാഹിന്റെ താടിരോമം നരച്ചു തുടങ്ങി, പ്രവാചകൻ മരിക്കാൻ അടുത്തു എന്നതിലേക്ക് സൂചനയാണ്. അപ്പൊ റസൂലുള്ള വഫാത്തായാൽ ഈ സമുദായത്തിന് ഇനി ആരുണ്ട് എന്ന് ആലോചിച്ച് ആ വിഷമം കാരണം കരച്ചില് വരികയും ആയിഷ ബീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് റസൂലുള്ളാഹിന്റെ മുഖത്തെ കൊറ്റി, ഉറങ്ങുന്നവന്റെ മുഖത്തിലേക്ക് വെള്ളം ഒറ്റിയാൽ ഉണരുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആയിഷ ബീവിയുടെ കണ്ണുനീര് റസൂലുള്ളാഹിന്റെ മുഖത്തെ കൊച്ചിയപ്പോ റസൂലുള്ള ഉണർന്നു നോക്കുമ്പോ ആയിഷ ബീവി കരയാൻ. എന്തിനാണ് ആയിഷ നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷയം പറഞ്ഞു. ഹബീബെ, അങ്ങയുടെ താടിരോമം നരച്ചു തുടങ്ങിയിരിക്കുന്നു, മരണത്തിന്റെ അടയാളമാണ്. അങ്ങ് വഫാത്തായാൽ ഈ ലോകത്ത് ആരുണ്ട് ഈ സമൂഹത്തിന്, സമുദായത്തിനു നേതൃത്വം നൽകാൻ? ഈ സമൂഹം ഒന്നുമല്ലാതെയായിത്തീരുമല്ലോ എന്നാലോചിച്ച് കരഞ്ഞതാണ് എന്ന് മഹദിയായ ആയിഷ ബീവി പറഞ്ഞ ഒരു വിഷയം കിതാബുകളിൽ കാണാം. ഞാൻ പറയുന്നത് മഹാന്മാരുടെ മരണം, മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ ഇസ്സത്ത് തകർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം അത് ദീനിനെ ബാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ സന്ദർഭങ്ങൾ കേൾക്കുമ്പോ കരച്ചില് വരിക അതൊരു യഥാർത്ഥ മുഅ്മിനിന്റെ അടയാളമാണ്. അപ്പൊ മക്കയിൽ കുറെ മുഅ്മിനീങ്ങൾ അവർ ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്യുമ്പോ സാധുവായി എനിക്കൊന്നും അങ്ങനെ ഒരു കരച്ചില് വരുന്നില്ല. നമ്മുടെ ഈമാനിന്റെ കുറവായിരിക്കും, നമ്മുടെ തഖ്വയുടെ കുറവാണ്. പക്ഷേ ആ മുഅ്മിനീങ്ങളൊക്കെയും ആത്മാർത്ഥമായി കരയുമ്പോ എനിക്ക് കരച്ചില് വന്നില്ലല്ലോ എന്നാലോചിച്ച് എനിക്കും കരച്ചില് വന്നു. ഞാൻ ഇത്ര മോശമായല്ലോ എന്നാലോചിച്ച്. എന്നതുപോലെ ഇന്നലെ മുതലക്കുളം മൈതാനിയിലും അതിന്റെ പരിസരത്തും ഒരുമിച്ചുകൂടിയ 10,000 സുന്നി പ്രവർത്തകരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിച്ചത് കണ്ടപ്പോ ഈ പ്രസ്ഥാന ബന്ധുക്കൾ ഈ നേതൃത്വത്തെ അംഗീകരിക്കുന്നതിന്റെ ആ സന്തോഷ
ഹലോ, മൈക്ക് പോയോ? ഇല്ല. ശരി. ചിലർക്ക് മൈക്ക പോകുന്നുണ്ട്, ചിലർക്ക് പോകുന്നില്ല. അങ്ങനല്ല. ഞാൻ അതൊരു ഇൽമ ഞാൻ പഠിപ്പിച്ചുതരാം. ചിലർക്ക് ഓല നാട്ടിൽ റേഞ്ച് കമ്മിയാവുമ്പോ കേൾക്കൂല. അപ്പൊ മൈക്ക പോയിന്ന് പറഞ്ഞ എന്താവും? പച്ച പോയിന്നാണ് പറയുന്നവൻ മനസ്സിലാക്കുക. അപ്പൊ അവധി വരുമ്പൊരു ഫിഖിന്റെ മസ്അല പറയാം. എങ്ങനെ? അപ്പൊ ആർക്കെങ്കിലും മൈക്ക പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കത്ത്, എനിക്ക് മൈക്ക പോയി എന്ന് പറയാം. അപ്പൊ മറ്റുള്ളവർക്ക് മൊത്തം പോയിട്ടില്ല, ഏതോ ഒരാൾക്കേ പോയിട്ടുള്ളൂ എന്ന് വരും. അതുകൊണ്ടാണല്ലോ കൂട്ടമായി ഭക്ഷണം കഴിക്കുമ്പോ, ഒന്നായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നമ്മളിങ്ങനെ സപ്ലൈസർ വരും, അല്ലെങ്കിൽ രണ്ടാമത് ചോറ് കൊടുക്കുന്ന ആള് വരും. ഞാർക്ക് ആ ഭക്ഷണം വേണ്ട എന്ന് ഒറ്റടിക്ക് ഒരാൾ വിളിച്ചു പറയരുത്. എന്ത് വേണം? എനിക്ക് ഇനി വേണ്ട. കാരണം ഒരു 6 ആള് അല്ലെങ്കിൽ ഒരു 3 ആളിരുന്ന് ഭക്ഷണം കഴിക്കാന് ആ സമയത്ത് ഇനി ഭക്ഷണം വേണോന്ന് ചോദിച്ചപ്പോ വേണ്ടാന്നത് പറഞ്ഞു വെക്കുക. ബാക്കി 2 ആൾക്ക് ആവശ്യമുണ്ടെങ്കിലോ ഇവർക്ക് ആവശ്യമില്ലാച്ചിട്ട് മൊത്തം വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മസലുണ്ട്. ഞാൻ ആ പറഞ്ഞാലെ ഇപ്പൊ മൈക്ക പോയിന് ടൈപ്പ് ചെയ്ത ആളതാക്കലത്താ. നമ്മളെല്ലാ ഓൺലൈൻ ക്ലാസ് റൂമിലിരുന്ന് ശ്രദ്ധിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണത്. അതായത് ആർക്കെങ്കിലും അല്ല, ഒരാൾക്ക് അവന്റെ ലാപ്ടോപ്പിൽ റേഞ്ച് പോയത് കൊണ്ട് ബാക്കി മറ്റെല്ലാവർക്കും പോയി എന്ന് വരൂലല്ലോ. അപ്പൊ അതെന്ത്? എനിക്ക് മൈക്ക പോയി, എനിക്ക് കേൾക്കാനില്ല. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ കേൾക്കാണ്ടെങ്കിൽ ഓലെന്ത് ചെയ്യും? ഇല്ല, കേൾക്കാണ്ട് കുഴപ്പമില്ലാന്നറിയും. അപ്പൊ പിന്നെ ഓന്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഓന്റെ നെറ്റ് ഓൻ ശരിയാക്കിയാൽ മതി. ഏതാ ഞാൻ പറഞ്ഞതാ. അപ്പൊ കൂട്ടമായി ഭക്ഷണം കഴിക്കുമ്പോ എല്ലാരും പാടെ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം വേണോന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട, എനിക്ക് മതിയായിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ളവർക്ക് വേണോ വേണ്ടേന്ന് അറിയില്ല, അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ കൂട്ടമായുള്ള കാര്യം തിരുവമ്പാടി എനിക്ക് പോയിട്ടില്ല, ഏതായിരിക്കട്ടെ. അപ്പൊ അത് ഒന്ന് ഉണർത്തിയത് മാത്രം. അപ്പൊ ഞാൻ പറയുന്നത് 10,000-കണക്കിന് മുഅ്മിനീങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എനിക്ക് അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ്. ഒരു സദസ്സ് ചെല്ലുമ്പോ, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അവിടുന്ന് എന്തെങ്കിലൊക്കെ ഒരു ഇൽമ് ആ സദസ്സിൽ നിന്ന് അല്ലെങ്കിൽ ചില രംഗങ്ങളിൽ നിന്ന്, മുമ്പൊക്കെ ഞാൻ പറഞ്ഞതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു ഉദാഹരണമാണ് ട്രെയിന് വരാത്ത സമയത്ത് നിശബ്ദത, ട്രെയിന് വന്നാൽ ആകെ ബഹളം എന്നത്. അതേതുപോലെ സാധാരണക്കാരന്റെ നിസ്കാരത്തെ പോലെ നിസ്കരിക്കണില്ലെങ്കിൽ ഓന്റെ മനസ്സിൽ ഒരു ശ്രദ്ധയില്ല, ഒരു ചിന്തയില്ല. നിസ്കാരത്തിലേക്ക് നിന്നാൽ മനസ്സ് ആകെ ബഹളം. അതുപോലെ തന്നെ എയർപോർട്ടിൽ ചെന്നാൽ 2 വാതിൽ, ഒന്ന് പോകാനുള്ള വാതിൽ, ഒന്ന് വരാനുള്ള വാതിൽ. വരുന്ന വാതിൽക്ക് ഒരു വിഭാഗം ചിരിക്കുന്നു, കയറി പോകുന്ന വാതിൽക്ക് ഒരു വിഭാഗം നിന്ന് കരയുന്നു. ഇതുപോലെ മഅ്ശറയിൽ ഒരു വിഭാഗം കരയുന്നു, ഒരു വിഭാഗം ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ സദസ്സിൽ നിന്നും പലതും മനസ്സിലാക്കാനുണ്ട്. ഏതോ ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് നല്ലൊരു പ്രസ്ഥാനത്തിന്റെ അഹ്ലുകാരാണ്. അല്ലാഹു തആല നമുക്കും നമ്മുടെ നേതാക്കന്മാർക്കുമുള്ള ഈ മഹബത്തും ബന്ധവും ഈ സംഘശക്തിയുടെ ഇസ്സത്ത് ഇനിയും ഉയരാൻ അല്ലാഹു കാരണമാക്കി തീർക്കുമാറാവട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളോടൊപ്പം ഓൺലൈനിലുള്ള പലവരും പ്രവാസി സുഹൃത്തുക്കളൊക്കെയും പൂർണ്ണമായും പ്രസംഗങ്ങളൊക്കെയും കേട്ടെങ്കിലും സദസ്സിന്റെ ആ ഒരു രംഗം, ആ സദസ്സിന്റെ ഒരു ആവേശം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ചിലപ്പം പ്രവാസി സുഹൃത്തുക്കൾക്ക് സാധിച്ചോളണമെന്നില്ല. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പോയാൽ വരാൻ പറ്റാത്ത വാതിലും ആയിക്കോട്ടെ. ഏതായാലും നമുക്കൊരു വിഷയത്തിലേക്ക് വരാം. ഇന്നലെ നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്ത്? ഉലൂഹിയ്യത്ത് സംബന്ധമായി. ഞാൻ ഉലൂഹിയ്യത്തിന്റെ മസ്അലയല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്താ? സാധാരണക്കാര് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് ആചാരങ്ങളായി മാറി അത് ഒരു ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന അമലുകളായി തീരുന്ന അവസ്ഥ ഇന്ന് കുറഞ്ഞു വരികയാണ്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ്
ഇതെല്ലാവർക്കും ആവശ്യമുള്ള വിഷയം. എല്ലാവർക്കും ഏത് ക്ലാസ് റൂമും എന്താണെങ്കിലും ഈ DC വരാതിരിക്കുക എന്നുള്ളത് എല്ലാവരും ആവശ്യമായതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് അതിന് ദുആ ചെയ്യാം. അള്ളാഹു ഞാൻ മരിയേണ്ട, ഞാൻ മനസ്സിലാക്കേണ്ട മസ്അലകൾ പൂർണ്ണമായും കേൾക്കാനും പറയാനും അല്ലാഹു തആല നമുക്ക് ഓക്കെ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഉസ്താദ് എല്ലാ സമയത്തും എല്ലാ ഉസ്താദന്മാരുടെ ക്ലാസ്സിലും ദീസിയാവുന്ന അവസ്ഥ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ദീസിക്കും അസൂയക്കും മരുന്നില്ലെങ്കിലും ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആഉ, ഖളാഇനെ ദുആ അല്ലാതെ തട്ടി നീക്കൂല. ദുആഇന് അതിനുള്ള കഴിവുണ്ടല്ലോ. ഏത് മരുന്നില്ലാത്ത രോഗത്തിനും ശിഫ കണ്ടെത്താൻ ദുആ കൊണ്ട് സാധിക്കുന്നതാണല്ലോ. ഏതായാലും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് ഇങ്ങനെ കൂടുതൽ കടക്കുന്നില്ല. കാരണം ഇനി അടുത്ത ക്ലാസിന്റെ സമയമായിട്ടുണ്ട്, ഇന്ന് കുറച്ച് സമയം വൈകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കാര്യങ്ങളൊക്കെയും ആചാരങ്ങളായി തീരാൻ, ഖൈറായ നിലക്ക് ഞാൻ ചെയ്യുന്ന കാര്യം നാളെ ആഖിറത്തിൽ എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് പൊതുവിൽ സമൂഹം മാറി മാറി തുടങ്ങിയിട്ടുണ്ട്. വളരെ അപൂർവം ചില വ്യക്തികൾ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ എന്താ? കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുമോ അന്ന കാര്യം വളരെ ചിന്ത കുറവാണ്. അതിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഉലൂഹിയത്ത്. ഉലൂഹിയത്ത് സംബന്ധമായി ചില കാര്യങ്ങൾ നമ്മൾ ഉണർത്തുകയുണ്ടായി. പ്രത്യേകിച്ച് എന്റെ പ്രവാസി സുഹൃത്തുക്കളൊക്കെയും ഉലൂഹിയത്തിൽ പങ്കുചേരുന്ന സമയത്ത് നാടുകളിലേക്ക് കായി അയക്കുമ്പോ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? വീട്ടിലേക്ക് ഭാര്യ വിളിക്കുമ്പോ വീട്ടിലേക്ക് വിളിക്കുമ്പോ ഭാര്യ പറയും പള്ളി കമ്മിറ്റിക്കാർ വന്നീന്, അല്ലെങ്കിൽ SYS വന്നീന്, അല്ലെങ്കിൽ SSF വന്നീന്. ഈ വർഷവും എല്ലാരും പാടെ കൂടി സംഘടിതമായിട്ട് ഉലൂഹിയത്ത് ഇറക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമല്ലേന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണ. നിങ്ങൾക്ക് പറ്റുമല്ലേന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണ്. കാരണം നമ്മളെ പ്രവർത്തകർ നമ്മുടെ പ്രവർത്തകന്റെ ഗൾഫുകാരനായ പ്രവർത്തകന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഈ വർഷം ഉലൂഹിയത്ത് ഉണ്ട്, ഫോൺ വിളിക്കുമ്പോ ഒന്ന് ചോദിച്ചു നോക്കിട്ടോ, എന്താണ് ഈ വർഷം എന്താ ചെയ്യുന്നത് എന്നൊന്ന് ചോദിച്ചു നോക്കുന്നാല് ഭാര്യ ആ ഫോൺ വിളിക്കുമ്പോ ഭർത്താവായ പ്രവാസി സുഹൃത്തിനോട് പറയും ഇങ്ങനെ SSF വന്നീന്, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് വന്നീന്, അല്ലെങ്കിൽ മദ്രസത്തെ സദുസ്താദ് വന്നീന്, ഈ വർഷം ഉലൂഹിയത്തും പരിപാടിയൊക്കെ ഉണ്ട്, നിങ്ങൾ ഈ വർഷം ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, ചേരാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ പൈസ അയക്കാം. പൈസ അയക്കുമ്പോ എത്ര രൂപ പറഞ്ഞിക്കണ്? ഒരു 7500 രൂപയാണ് പറഞ്ഞിക്കണ്. ചിലപ്പം കയ്യില് ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും കൂട്ടി കൊടുക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഞാൻ പൈസ അയക്കുമ്പോ 7500 രൂപ കൊടുത്താലാ കഴിഞ്ഞ്. ഇപ്പൊ 7500 രൂപയും കൊടുത്ത് ഓല് കായും വാങ്ങി ഓല് പോത്തിന് അർത്ത് നാട്ടേര് അത് തിന്നും ചെയ്ത്. എന്തായി? ഇവൻ കായും കൊടുത്ത് SYS ആയാലും SSF ആയാലും, നമ്മളെ SSF SYS നമ്മളെ സാധാരണ പ്രവർത്തകരൊക്കെ ആവുമ്പോ നമ്മളെ ശ്രദ്ധിക്കാണ്. മഹല്ല് കമ്മിറ്റി പൂർണ്ണമായും ചില മഹല്ലത്തിലൊന്നും നമ്മുടെ കീഴിലായിക്കോന്നില്ല. ചിലപ്പോ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു മസല പറഞ്ഞു കൊടുത്താല് ചിലപ്പം ചില മഹല്ല് കമ്മിറ്റിയിൽ അങ്ങനെ. കാരണം ആധിപത്യം മതവിഭാഗത്തിനാവും. നമ്മളെന്തെങ്കിലുമൊക്കെ ഉസ്താദന്മാർ ചോദിച്ചിട്ടൊരു മസല ആകുമ്പോ ഇപ്പൊ അങ്ങനെ ഏൽപ്പിക്കാതെ മസലേന് ഈ കണ്ടകാലമൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ നടന്നീന്, അന്നേക്കായും വലിയ മൊയിലേരി പള്ളിക്ക നിന്നീനില്ലേ, അയാൾ ഈ വിഷയമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇജായിച്ചിപ്പോ പുതിയ മസലേറ്റ് വന്നിക്കണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കാർക്കൊക്കെ ഇങ്ങനെ വേറെ മസലയിലാണ് നോക്കിങ്ങള്. ഇതാണ് ഇന്നൊരു മഹല്ലിന്റെ അവസ്ഥ. നമ്മള് ദീനിയായ നിലക്ക് കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ, ജനങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്തും സമയവും ആഖിറത്തിൽ ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല നിലയിൽ പറയുമ്പോ സുബ്ഹാനല്ലാഹ് ആകെ പ്രശ്നമാവുക. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മുടെ SSFകാർ SYSകാരൊക്കെ സംഘടിതമായി പല സ്ഥലങ്ങളിലും ഉലൂഹിയത്ത് ഇറക്കാറുണ്ട്. ഇന്നലെ നമ്മളെ മെഹബൂബ് അലി ഐദയിലുള്ള ലത്തീഫാജിക്ക് ആ വിഷയം പറഞ്ഞല്ലോ. അവരൊക്കെ നാടുകൾ ആ വിഷയം അങ്ങനെ SYSന്റെ കീഴിൽ സംഘടിതമായി ഉലൂഹിയത്ത് ഇറക്കാറുണ്ട്.
അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ ശ്രദ്ധിക്കാറുണ്ട്, ഇനിയും നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ എത്രയോ സ്ഥലത്തുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ചില മഹല്ലത്തുകളിലേക്കും കാണാം മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കഫൻ ചെയ്യാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ പായ് വിരിച്ചിട്ടുണ്ടാവും. ഈ മയ്യത്ത് കഫൻ ചെയ്യാൻ വാസ്തവത്തിൽ കുളിപ്പിച്ച റൂമിൽ നിന്നു തന്നെ അതേ കട്ടിലിൽ വെച്ച് മയ്യത്ത് കഫൻ ചെയ്ത് മയ്യത്തിന്റെ ശരീരം കഴിവിന്റെ പരമാവധി ആവശ്യമില്ലാത്തവർ കാണാത്ത രൂപത്തിൽ കഫൻ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനൊരു പരിചയം വേണം. കുളിപ്പിച്ച കട്ടിലിൽ വെച്ച് തന്നെ മയ്യത്തിനെ തോർത്തി ശരിയാക്കി പൊന്തിച്ച് ആ കഫൻ ചെയ്യാനുള്ള പായയും തുണിയും ആ കട്ടിലിലേക്ക് വെക്കുന്നൊരു രൂപമുണ്ട്. സാധുവായാനിക്ക് നമ്മുടെ പല സ്ഥലങ്ങളിലും ക്ലാസ്സിൽ അത് കാണിച്ചു കൊടുത്ത് അൽഹംദുലില്ലാ ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ. ഇത് ഞങ്ങൾക്ക് ഈ ഒരു രൂപം എങ്ങനെയാണ് ഈ കുളിപ്പിച്ച കത്തുമ്പോ തന്നെ കിടത്തിയിട്ട് മയ്യത്തിനെ കഫൻ ചെയ്യുക, ഇത് അറിയാത്തത് കൊണ്ടാണ് ഉസ്താദെ പലപ്പോഴും ഞങ്ങള് ഡൈനിങ് ഹാള് പോലത്തെ മറ്റൊരു റൂമിലേക്ക് മയ്യത്തിനെ താങ്ങി കിടത്തി ഞങ്ങൾ കഫൻ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാം. അതിനൊരു 10 മാസം ട്രെയിനിങ് ഉണ്ടല്ലോ. മയ്യത്ത് കുളിപ്പിക്കലായാലും കഫൻ ചെയ്യലായാലും അതിനൊക്കെ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അത് അറിയില്ല, അതിന്റെ പേര് ചെയ്യും. അങ്ങനത്തെ ഈ ട്രെയിനിങ് ഇത് അറിയുന്നൊരു ഉസ്താദ് ചിലപ്പം 10 കൊല്ലം 13 കൊല്ലക്കും പ്രായമായ ഒരു ഖത്തീബ് ഒരു ഉസ്താദ് ചിലപ്പോ ആ മഹല്ലത്തിൽ ജോലി ചെയ്തിട്ടുണ്ടാവും. ആ ഉസ്താദുള്ള കാലത്തൊന്നും നിങ്ങൾ ഈ മയ്യത്തിനെ ഒരു ഡൈനിങ് ഹാളിലേക്ക് മാറ്റിക്കടത്തി അന്യ സ്ത്രീ പുരുഷന്മാരൊക്കെ കലർന്ന് ഈ മയ്യത്തിനെ കാണാൻ പറ്റാത്തവരും കാണാൻ പറ്റിയവരും എല്ലാവരും കണ്ടിട്ടൊരു കഫൻ ചെയ്യുന്ന രൂപം ഇത് അവസാനിപ്പിക്കണമെന്ന് ഈ 13 കൊല്ലോ 10 കൊല്ലോ നിന്നൊരു ഖത്തീബിന് ശേഷം ചെന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു ഖത്തീബ് പറഞ്ഞാൽ ചിലപ്പം അതുവരെ നിന്ന ഖത്തീബിന് എങ്ങനെയാണ് ആ ഒരു കോലം ഇങ്ങനെ ഈ മരിച്ച കത്തിൽമ തന്നെ കടത്തിയിട്ട് ഒരു മയ്യത്ത് കഫൻ ചെയ്യുക. അപ്പൊ ഒന്നിരിക്കലായ ആ ഒരു വ്യക്തിക്ക് അത് അറിയാത്തത് കൊണ്ട് അയാൾ അത് പറയാൻ പോയിട്ടുണ്ടാവൂല. അല്ലെങ്കിൽ മൂപ്പർക്കത് പറഞ്ഞ് സാധാരണക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ചിലപ്പം ഉണ്ടായിക്കോളണമെന്നില്ല. ആ ഏതോ നിലക്ക് ആ വ്യക്തി മുണ്ടാതിരുന്നതായിരിക്കും. ഈ അന്യപുരുഷന്മാര് അന്യ സ്ത്രീകളുടെ മയ്യത്ത് കാണുന്ന രൂപത്തിൽ അന്യ സ്ത്രീകൾ കാണുന്ന രൂപത്തിൽ കഫൻ ചെയ്യലും കാണലൊന്നും പാടില്ല. നീ ഉസ്താദിനും അറിയാം. പക്ഷെ ആ ഉസ്താദിനെ അതൊന്ന് പറഞ്ഞ് സാധാരണക്കാരോ നല്ല അവസ്ഥയിലേക്കാക്കാനുള്ള ഒരു കഴിവില്ലാത്തതിന്റെ പേരിൽ ചിലപ്പോ ആ ഉസ്താദ് മുണ്ടാതെ ഇരുന്നിട്ടുണ്ടാവും. അൽഹംദുലില്ലാ ആ ഉസ്താദിന്റെ കാലശേഷം നല്ലൊരു ദാഇയായ ഒരു SYS-കാരനായ അല്ലെങ്കിൽ ഒരു സഖാഫിയായ അല്ലെങ്കിൽ ഒരു അഹ്സനിയായ ഒരു ചെറുപ്പക്കാരൻ ഖത്തീബ് ചെന്നപ്പോ ഇത് കണ്ടു. സുബ്ഹാനല്ലാഹ്, അന്യ പെണ്ണിന്റെ മയ്യത്താല അന്യ പുരുഷൻ കാണുന്നത്. അന്യ പുരുഷന്റെ മയ്യത്താണല്ലോ അന്യ സ്ത്രീകൾ കണ്ടും കോതി കഫൻ ചെയ്യുന്നു. അപ്പൊ ഇത് പോരാ, ഇത് നമുക്കൊന്ന് ശരിയാക്കിയെടുക്കണം. ഒരു മയ്യത്ത് സംസ്കരണത്തിന്റെ ക്ലാസ്സൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ കൊലിപ്പിക്കുന്ന മസലെന്നും പറയുമ്പോ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവൂല. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോ പിന്നെ ജനങ്ങൾക്ക് തുല്ലാൻ തുടങ്ങും. ഇതെന്താ ഇന്നാളത്തെ ആ മൊയിലേര് എന്ത് പുതിച്ച മൊയിലേരേന്ന് 10-13 കൊല്ലം നിന്ന് ആ ഉസ്താദുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ കഫൻ ചെയ്തീന്. ആ ഉസ്താദൊന്നും ഇതിനൊന്നും എതിർത്തിട്ടില്ല. ഇയാളായിട്ട് ഇപ്പൊ ഒരു പുതിയ ദീനേറ്റ് വന്നിക്കണ് എന്ന് പറഞ്ഞ് എതിർക്കുന്നൊരവസ്ഥ കാണാം. ഞാൻ ഓൺലൈനിലുള്ള നമ്മുടെ പ്രവർത്തകരായ SYS SSFന്റെ സാധാരണ പ്രവർത്തകരോടാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനത്തെ സംഘടിതമായുള്ള ഉലൂഹിയത്തൊക്കെ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി നമ്മുടെ നേതാക്കന്മാര് ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അൽഹംദുലില്ലാ ഞാനൊരു കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമുക്കൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും സമയം കിട്ടിക്കോന്നില്ല. ഓരോരുത്തരും ഓരോ ജോലിയിലായിരിക്കും. വേണമെങ്കിൽ ഇപ്പൊ ഈ കേരളത്തിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ മഹാനായ പൊന്മല ഉസ്താദിന്റെ ഉലൂഹിയത്ത് സംബന്ധമായ CD ഇന്നലെ കോഴിക്കോട് പ്രകാശനം നടത്തിയിട്ടുണ്ട്. അവന് വാങ്ങിയവരാരെങ്കിലും ഉണ്ടോന്നറിയില്ല. ഇനി ആ വിഷയം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ SYS SSFന്റെ യൂണിറ്റുകളിൽ സംഘടിതമായി വിത്തുൽ സക്കാത്ത് ഉലൂഹിയത്ത് എന്ന ക്രമം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് SYS ബുക്ക് സ്റ്റാളോ അല്ലെങ്കിൽ പറ്റാവുന്ന അല്ലെങ്കിൽ മലപ്പുറം മൈദിൻ
കീഴിലാണ് അത് ഇറക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനത്തെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 50 ഉറുപ്പ്യ 60 ഉറുപ്പ്യ ഉണ്ടാവും ഒരു സീഡിക്ക്. ആ സംഘടിതമായി ഇത് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണോ അവർ ആ സീഡി ഒന്ന് കേൾക്കുക. അല്ലാതെ ഇപ്പൊ നാട്ടേരെ ഫുള്ള് കേൾപ്പിച്ചോളണമെന്നൊന്നുമില്ല. ഈ കാര്യം ഏറ്റെടുത്ത ആൾക്കാരുണ്ടാവുമല്ലോ, പോത്തിനെ വാങ്ങാനും ഷെയർ പിരിക്കാനും അത് അറക്കാനും വിതരണം നടത്താനൊക്കെ നാട്ടേര് ഒന്നോയിച്ച് കൂടൂലല്ലോ. അതിനിപ്പോ SYSന്റെ ആ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരായിരിക്കും അത് കൈകാര്യം ചെയ്യുക. അവരെങ്കിലും അങ്ങനത്തെ നമ്മുടെ നേതാക്കന്മാര് ഈ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച സീഡി വാങ്ങിയിട്ട് കേട്ടാൽ കുറെ അപാകതകള്, പ്രത്യേകിച്ച് പൊന്മൽ ഉസ്താദിന്റെ സീഡിയൊക്കെ ആകുമ്പോ നല്ല വിശദീകരണമായിരിക്കും. ഏകദേശം സാധാരണക്കാരും കൂടി ഉൾക്കൊള്ളിച്ചും കൊണ്ടാണ് പലപ്പോഴും ഉസ്താദ് വിഷയങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. അൽഹംദുലില്ലാ. കേക്കാല്ലേ? ഹലോ, ശബ്ദം ഓക്കല്ലേ? അല്ല, ഇതുവരെ പറഞ്ഞതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയം. നമ്മുടെ നേതാക്കന്മാരുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഉസ്താദന്മാരുടെ ഒരു പ്രത്യേകത ആണ്. ഏത് വിഷയത്തിലും നമ്മുടെ നേതാക്കന്മാർ സാധാരണക്കാർക്ക് തിരിയുന്ന രൂപത്തിലുള്ള സീഡിയും പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. നമുക്കത് വാങ്ങി വായിക്കാനും കേൾക്കാനും സാമ്പത്തിക ശേഷിയുമുണ്ട്. നമ്മുടെ യൂണിറ്റുകളിലൊക്കെയും ഓഫീസുകളിൽ അത് കേൾക്കാനും കേൾപ്പിക്കാനും സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതിന് സമയം കണ്ടെത്തിയാൽ ഒരുപാട് മുഅ്മിനീങ്ങളുടെ അമല് സഹീഹാക്കി കൊടുത്തു ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലാക്കിക്കൊടുത്തു എന്നതിന്റെ ഒരു മഹത്തായ പ്രതിഫലം നമുക്ക് കിട്ടും എന്നൊക്കെ ഞാൻ ആമുഖമായി ഉണർത്തുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെയും ഞാൻ വളരെ പുണ്യമാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് പലപ്പോഴും ആ അമലു തന്നെ ബാത്തിലായി പോകും. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതൊക്കെ നമ്മൾ ചില ഹൈറായ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ ക്ലാസ് റൂമിൽ വല്ല ഉസ്താദുമാരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ പറയാം. ഒരു സാധാരണക്കാര് ദീനിയായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ ആലിമീങ്ങളാവുന്ന അല്ലെങ്കിൽ ആ വിഷയവുമായി തിരിയുന്ന ഉസ്താദന്മാര് അതിലേക്കൊരു ശ്രദ്ധ കൊടുക്കണം. ചിലപ്പം അവരാരൊക്കെയോ പറഞ്ഞു കേട്ട് അങ്ങനെ ചെയ്തു വരുന്നതായിരിക്കും. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറയാം. പല നാടുകളിലും മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും മയ്യത്ത് മറമാടുന്നിടത്തൊക്കെ എന്തെല്ലാം അബദ്ധങ്ങളാണ് വരുന്നത് എന്നറിയും. പല സ്ഥലങ്ങളിലും സാധുവായ ഞാൻ പല മഹല്ലത്തിലും ജോലി ചെയ്യുമ്പോ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പിന്നെ സത്യം മനസ്സിലാക്കിയപ്പോ അവരൊക്കെയും അത് സമ്മതിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ നിങ്ങൾക്കറിയൊരു ഞാനൊരു മസ്അല നമുക്ക് നമ്മുടെ അബദ്ധങ്ങൾ മനസ്സിലാവാൻ പല മസ്അലകളിലേക്കും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ. അതായത് മയ്യത്ത് ഖബറിൽ മറമാടുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് മയ്യത്തിന്റെ മുഖവും നെഞ്ചും ഖിബിലയിലേക്കാവണം. നിങ്ങൾ എന്ത് മനസ്സിലാക്കരുത്, അബുറയ്യ ഒളൂഹിയത്ത് കഴിഞ്ഞ് ഇപ്പൊ മയ്യത്തുമ്മക്ക് എത്തിനല്ല. എന്റെ വിഷയം ഒളൂഹിയത്തല്ല, മയ്യത്ത് സംസ്കരണമല്ല, ഹജ്ജുമല്ല, ഉംറയല്ല. സാധാരണക്കാർക്ക് വരുന്ന ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ വരുന്ന അബദ്ധങ്ങളാണ്. അപ്പൊ മുഖവും നെഞ്ചും കിബിലയിലേക്കാക്കൽ നിർബന്ധ. ഒരു മയ്യത്തിനെ മറമാതി കഴിഞ്ഞാൽ മറ്റു ഖബറും മാന്താൻ പാടില്ല. ചില പ്രത്യേകത, അതായത് ഒരു മയ്യത്തിന്റെ മുഖവും നെഞ്ചും കിബിലയിലേക്കാവാതെയാണ് ഒരു മയ്യത്തിനെ മറമാടിയതെങ്കിൽ ആ മയ്യത്ത് നശിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിനെ ശരിയായ രൂപത്തിൽ കബറടക്കണം. പക്ഷേ കബറ് കുഴിക്കുമ്പോ തന്നെ ശ്രദ്ധിക്കണം. കാരണം കബറ് കുഴിക്കുമ്പോ നേരെ തെക്കു വടക്കാണ് കബറ് കുഴിച്ചതെങ്കിൽ ആ മയ്യത്തിനെ എങ്ങനെ ചരിച്ചു കിടത്തിയാലും മയ്യത്തിന്റെ മുഖവും നെഞ്ചും ഖിബിലയിലേക്കാവില്ല. കാരണം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്
നേരെ എങ്ങോട്ട് പടിഞ്ഞാത്ത് തിരിഞ്ഞാൽ ഖിബില ശരിയാവൂലല്ലോ. ഖിബില ശരിയാവണമെങ്കിൽ എന്ത് വേണം? ആരെങ്കിലും ഇങ്ങനെ അതൊക്കെ പൂവൂതട്ടോ. ഹലോ ഹലോ എവിടെ വെച്ച് പോയിന്നൊരു പുള്ളിക്കാരൻ ഒരു കാര്യം ചെയ്യുമ്പോ ആ അവിടെയുള്ള ഉസ്താദന്മാര് ചില വിഷയങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് വിഷയങ്ങളിൽ സാധാരണക്കാർക്ക് അബദ്ധം വരാൻ കാരണം. ഞാൻ അബദ്ധത്തിന്റെ ഒരു കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മയ്യത്ത് ഖബറിൽ വെക്കുന്ന സമയത്ത് മുഖവും നെഞ്ചും കിബിലയിലേക്കാകുന്ന രൂപത്തിൽ മയ്യത്തിനെ മറമാടൽ നിർബന്ധമാണ്. അങ്ങനെ മറമാടാത്ത സാഹചര്യത്തിൽ ആ മയ്യത്ത് ശരീരം ജീർണിക്കുന്ന അവസ്ഥയൊന്നും ആയിട്ടില്ലെങ്കിൽ ഖബറ് മാന്തി മയ്യത്തിന്റെ മുഖവും നെഞ്ചും കിബിലയിലേക്കാകുന്ന രൂപത്തിൽ രണ്ടാമത് മറമാടൽ നിർബന്ധമാണ്. അതിനു മയ്യത്തിന്റെ ഈ ഖബറ് വെറും നേരെ തെക്കു വടക്ക്, നമ്മുടെ കേരളത്തിലെ കിബിലയുടെ അവസ്ഥ വെച്ച് നേരെ തെക്കു വടക്ക് ഖബറ് കുഴിച്ചാൽ ആ മയ്യത്തിനെ ആ ഖബറിൽ ചെരിച്ച് കിടത്തിയാൽ തന്നെ മയ്യത്തിന്റെ മുഖവും നെഞ്ചും കിബിലയിലേക്കാകില്ല. ഏതുപോലെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ അവസ്ഥ പ്രകാരം ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്തൊക്കെ നേരെ പടിഞ്ഞാത്ത് തിരിഞ്ഞാൽ കിബിലയിലേക്ക് കിട്ടൂല. എന്ത് വേണം? അല്പം വടക്കോട്ട് തെറ്റുമ്പോഴാണല്ലോ കിബില ശരിയാവുക. എന്നതുപോലെ ഈ ഖബറ് കുഴിക്കുമ്പോ തന്നെ ഖബറ് കിബിലക്ക് ശരിയാക്കി കുഴിക്കണം. എന്നിട്ട് മയ്യത്തിനെ അതിനെ വടക്കോട്ട് തലവെച്ച് വലഭാഗത്തിന്റെ മേലിൽ ചെരിച്ച് മുഖവും നെഞ്ചും കിബിലയിലേക്കാക്കി കിടത്തണം. ഇന്നും മിക്ക മഹല്ലത്തുകളിലും പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു മസ്അലയാണത്. എല്ലായിടത്തും നല്ല പറയുന്നത്. കാരണം എന്താ? ഖബറ് കുഴിക്കുന്നവർ വെറും സാധാരണക്കാരായിരിക്കും. നാട്ടിൽ തീരെ വിവരമില്ലാത്ത ഒരു വിഭാഗമായിരിക്കും മഹല്ലത്തിലെ കുയ്യം മുക്രിമാര്. അവര് നേരെന്ത് ചെയ്യും? പല്ലിലെ ഒരിത് നോക്കിയിട്ട് പടിഞ്ഞാത്ത് വടക്കോട്ട് തല വെക്കാനും തെക്കോട്ട് കാല് വെക്കാനും പറ്റിയ രൂപത്തിൽ ഖബറ് കുഴിക്കും. നേരെ മറിച്ച് ചിലപ്പം പല്ലിത്തൊടുവിൽ കിബിലക്ക് തെറ്റേണ്ടി വരില്ല. നേരെ കിബിലക്ക് നേരെ കിടക്കുന്ന ഭൂമികളുണ്ട്. ചിലപ്പം കിബിലക്ക് മിക്ക സ്ഥലങ്ങളിലും കിബിലക്ക് നേരെയാകൂല ഭൂമി. അപ്പൊ അല്പം തെറ്റേണ്ടി വരും. അപ്പൊ ചിലോല് പിന്നെ പള്ളിയുടെ ആ തെറ്റല് നോക്കി കറക്റ്റ് കളച്ച് ഏകദേശം ശരിയാവാനുണ്ട്. ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിലും ഇനി ഖബറൊക്കെ ശരിയായാൽ തന്നെ പല സാധാരണക്കാരും ഈ കുയ്യമുക്രിമാര് ഖബറ് ആ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ നേരെ മുഖവും നെഞ്ചും കിബിലയിലേക്ക് ആകുന്ന രൂപത്തിൽ മയ്യത്തിനെ ചെരിച്ചു കിടത്താറില്ല. എന്തേ ഇതിന് കാരണം? സാധാരണക്കാരായ കുയ്യം മുക്രിമാർക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല. പല മഹല്ലത്തിലെയും ചില ഉസ്താദന്മാര് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോകും. ഞാൻ നമ്മുടെ പ്രവർത്തകരല്ല, പൊതുവിലുള്ള മഹല്ലിന്റെ അവസ്ഥ പറഞ്ഞത്. നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാര് ഞാൻ അവരെ ഉപദേശിക്കല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ. ഞാൻ ഉപദേശിച്ചു, ഉസ്താദന്മാരെ ഉപദേശിക്കാൻ ഞാൻ ഒരിക്കലും അർഹതയുള്ളവനല്ല. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് നമുക്കെല്ലാവർക്കും പറയല്ലോ. മയ്യത്ത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു, ഉസ്താദ് നേരെ റൂമിലേക്ക് പോയി, മയ്യത്ത് നേരെ പള്ളിക്കാട്ടിലേക്കും പോയി. മയ്യത്ത് നേരെ പള്ളിക്കാട്ടിലേക്കും പോയി. മയ്യത്ത് നാട്ടേരെല്ലാരും പാടെ കൂടി ഖബറടക്കി മൂടുകല്ലും വെച്ച് മണ്ണിട്ട് മീസാനും കുത്തി മുക്കിരി ഏകദേശം എന്താക്കി തെൽക്കീനും ചൊല്ലിക്കൊടുക്കാനാകുമ്പോ വളരെ മിക്ക മഹല്ലത്തിലും ലാസ്റ്റ് ഒരു ദുആന് തെൽക്കീൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഫാത്തിഹ ഓതി ദുആക്കും. ഈ ഫാത്തിഹ ഓതി ദുആക്കാണ് ആര് പോകുന്നത്? മഹല്ല് ഖത്തീബ് പോകുന്നത്. പിന്നെ ഈ ഖബറിന്റെ ഉള്ളിൽ മയ്യത്തിനെ എങ്ങനെ വെച്ചത്, ഏത് നിലക്കാണ് ഇവർ കിടത്തിയതിന് യാതൊരു പുറത്തില്ല.
സംഗതി 10 കൊല്ലം 15 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും ആ ഉസ്താദ് അല്ലെങ്കിൽ ആ ഖത്തീബ് ആ മഹല്ലത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരൊറ്റ മയ്യത്തിനും ചിലപ്പം വെച്ചത് എല്ലായിടത്തും എന്നല്ല, പല സ്ഥലങ്ങളിലും സാധുവായ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഈ മരിച്ച വീടുകളിലൊക്കെ ചെന്ന് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിലൊക്കെ എത്തുമ്പോ ഞാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ അവിടുത്തെ ഉസ്താദുമാരോട് പറയുമ്പോ അതൊന്നും ഇപ്പൊ ഞമ്മള് പറഞ്ഞാൽ കേൾക്കൂല, ഞമ്മള് പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ളതല്ല, നമ്മൾ സാധാരണക്കാരെ വിളിച്ച് അതിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളല്ല കുറ്റക്കാര്. അതേമായിക്കന്നെ മയ്യത്ത് കുലിപ്പിക്കുമ്പോ പുരുഷന്മാരുടെ മയ്യത്തൊക്കെ കുലിപ്പിക്കുമ്പോ നാട്ടിൽ കുറച്ച് തെക്കുവ കൂടിയ മനുഷ്യന്മാരുണ്ടാവും. ഒരു മയ്യത്ത് കുലിപ്പിക്കാനൊക്കെയും വളരെ താല്പര്യമുള്ള ആൾക്കാര്, ഒരു പഴയ കാലത്തുള്ള ദീനിയായ ആവേശ ഫിഖിഹിയായ വിവരം അവർക്കുണ്ടാവൂല. എങ്ങനെ മയ്യത്ത് കുലിപ്പിക്കണം, ഒളു ആദ്യം ചെയ്തു കൊടുക്കണോ അവസാനം ചെയ്തു കൊടുക്കണോ, ഒളുണ്ടാക്കി കൊടുത്തതിന് ശേഷം മയ്യത്തിൽ നിന്ന് വല്ലതും പോന്ന ഒളു മുറി, ഈ വിവരമൊന്നും അവർക്കില്ല. പക്ഷെ അവർക്കൊരു ദീനിയായ ആവേശം, ഒരു മുസൽമാൻ മരിച്ചാൽ അവനെ കുലിപ്പിക്കണം, നിസ്കരിക്കണം, കഫൻ ചെയ്യണം, തൽക്കീൻ ചെല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണം, മൗലൂദ് ഓതണം. ഇങ്ങനത്തെ ദീനിയായ ആവേശത്തിന്റെ പുറമെ പറയത്തക്ക മതപരമായ ഫിഖിഹിയായ വിജ്ഞാനങ്ങൾ അവർക്കുണ്ടാകില്ല. അവരായിരിക്കും ഈ മയ്യത്ത് കുലിപ്പിക്കലും കഫൻ ചെയ്യലൊക്കെ കൈകാര്യം ചെയ്യുക. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് നിസ്കാരം ഏതായാലും ആലിമീങ്ങളായി നിർവഹിച്ചിരുന്നത്. വാപ്പ മരിച്ചു, വിവരമില്ലാത്ത മക്കളാണെങ്കിൽ അത് ഉസ്താദിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ആ സദസ്സിൽ വെച്ച കാര്യപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കും. ആ അവസ്ഥ ഇപ്പൊന്നു മാറി. ഏതൊക്കെയോ ബിദ്ഈ ആശയക്കാരുടെ പ്രചരണം കാരണം, വഹാബി മൗദൂദികളുടേതായ വിവരമില്ലായ്മ കാരണം വാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ മക്കളാണ് മയ്യത്ത് നിസ്കരിക്കാൻ അർഹത എന്ന ഫിഖിയായ മസ്അലയുടെ ലാഹിറും വെച്ച്, ഒരു ക്ലീൻ ഷേവ് ചെയ്ത താടിയും വെച്ച്, ഫാത്തിഹ പോലും വേണ്ടതുപോലെ ഓതാനറിയാത്ത 3 പ്രാവശ്യം തക്ബീർ ചൊല്ലി സലാം വീട്ടിയാൽ, അതല്ലെങ്കിൽ 5ാമത്തെ തക്ബീർ ചൊല്ലിയാൽ ഇനി എന്താണ് ഈ നിസ്കാരം കൊണ്ട് ചെയ്യേണ്ടതെന്ന മസ്അല പോലും അറിയാത്ത ഏതൊക്കെയോ വിവരമില്ലാത്ത മക്കള് വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുകയും ഫാത്തിഹ കറക്റ്റ് ഓതാൻ സാധിക്കാത്ത ഈ മകന്റെ പിന്നിൽ ശരിയായ രൂപത്തിൽ ഫാത്തിഹ ഓതാൻ അറിയുന്ന ഉസ്താദന്മാര് മയ്യത്ത് നിസ്കാരത്തിൽ തുടർന്ന് നിസ്കരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ശരിയായ രൂപത്തിൽ ഫാത്തിഹ ഓതാൻ അറിയുന്നവൻ ഫാത്തിഹ ഓതാൻ അറിയാത്തവന്റെ ബേക്കിൽ തുടർന്നാൽ നിസ്കാരം വരെ സഹിയാകൂലാനല്ലേ ജമാഅത്തിന്റെ മസ്അല. ഇതൊന്നും ശ്രദ്ധിക്കാതെ വാപ്പ മരിച്ചാല് മക്കളാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ് അതുവരെ ഒരു ഒക്കത്ത് ഫറള് പോലും നിസ്കരിക്കാത്ത, വേണ്ടതുപോലെ ഞെരിയാനിക്ക് മുകളിലേക്ക് ഫാന്റ് കയറാത്ത, അല്ലെങ്കിൽ തുണി കയറാത്ത, അതല്ലെങ്കിൽ ഏതൊക്കെയോ രൂപത്തിൽ മുടിവെത്തി ഒരു മുസൽമാന്റെ രൂപം പോലും ഇല്ലാത്ത മക്കളെ ഞാൻ ആക്ഷേപിക്കല്ല. നല്ല നല്ല ആലിമീങ്ങളൊക്കെയുള്ള സദസ്സില് ഖൈറിന്റെ അഹ്ലുകാരുണ്ടാവുമ്പോ, ശരിയായ രൂപത്തിൽ മയ്യത്ത് നിസ്കാരത്തിന്റെ മസ്അലക്കാരുണ്ടാവുമ്പോ അവരെ ഏൽപ്പിക്കാതെ ഇന്റെ വാപ്പാടെ മയ്യത്ത് നിസ്കരിക്കാൻ എനിക്കാൻ അധികാരം എന്ന് പറഞ്ഞ് ഏതൊക്കെയോ വഹാബികളുടെയും മൗദൂദികളുടെയും ആശയങ്ങളിൽ കുടുങ്ങി ഒരു മരിച്ച വാപ്പാക്ക് എത്രയോ പേരുടെ മയ്യത്ത് നിസ്കാരം നഷ്ടപ്പെടുന്ന രൂപത്തിൽ മക്കൾ ഇമാമത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ പല മഹല്ലത്തിലും എത്തിച്ചേരുന്നുണ്ട്. പല ഉസ്താദന്മാരും അതോന്റെ വാപ്പാന്റെ മയ്യത്തല്ലേ, അത് ഓൻ തന്നെയല്ല നിസ്കരിക്കേണ്ടത്, ഇവരിതിനെ സംബന്ധിച്ച് മുണ്ടുന്നില്ല. എന്നാ മിക്ക മഹല്ലത്തിലൊക്കെ ചിലപ്പം ചെന്നോക്കിയ ജുമായുടെ മുന്നങ്ങനെ പ്രസംഗം ഉണ്ടാവും. ആ പ്രസംഗത്തിൽ ആകണ്ട ഇത് പോത്തിനറക്കണ വയല, 10 പോത്ത് വേണം, 20 പോത്ത് വേണം, 25 പോത്ത് വേണം. എന്നാ ഞാൻ ഇങ്ങനെ തന്നെ പറയട്ടെ, ഈ മനുഷ്യന്റെ മുമ്പില് എത്രയോ നിസ്കാരത്തിന്റെ ഫറള് പോലും അറിയാത്ത, അതല്ലെങ്കിൽ കസാരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ഒരുപാട് മൗമൂമീങ്ങള്, അവർക്ക് നിൽക്കാൻ ഫാത്തിഹ ഓതുമ്പോ നിൽക്കാൻ കഴിവുണ്ടായിരിക്കെ കസാരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നു ആ പാവപ്പെട്ട മനുഷ്യൻ. ഫാത്തിഹ ഓതുമ്പോൾ എനിക്ക് നിൽക്കാൻ സാധിക്കും, റുക്കൂഉം സുജൂദേ ചെയ്യാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ. അതുകൊണ്ട് നീ എന്ത് വേണം, ഫാത്തിഹ ഓതുമ്പോ നിന്ന് ഫാത്തിഹ ഓതണം, ആ സമയത്ത് കസാരയിൽ ഇരിക്കാൻ പാടില്ല
എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ മനുഷ്യന് നേരല്ല. ഞാൻ ആയിരിക്കാം നമ്മളല്ല നമ്മുടെ സഖാഫികളും അഹ്സനിമാരൊക്കെ ആണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നേരെ മറിച്ച് മറുപക്ഷത്ത് ഉള്ള പല ഖത്തീബമാരുമുള്ള മഹല്ലത്തുകളിൽ റമളാൻ മാസം വരുമ്പോ കുറെ 27 രാവിന്റെ വാലക്കും പറഞ്ഞ് പള്ളിക്ക കുറെ ആളെ കൂട്ടുക. കാരണം അതുപോലെ കീശ വീക്കുന്ന കാര്യമായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ മഹല്ലത്തിൽ 25 പോത്തിനകത്തുനിന്ന് പേര് കിട്ടും. ഈ എത്ര സാധാരണക്കാരുണ്ട്. അവര് പെരയിൽ നിന്ന് നടന്നു വന്ന് പള്ളിയിലേക്ക് എത്തോളം സുഖമായി നടന്ന് വർത്തമാനം പറഞ്ഞു വന്നവൻ കസാരയിൽ ഇരുന്ന് ഫാത്തിഹ ഓതി നിസ്കരിക്കാന് മനുഷ്യ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അന്റെ നിസ്കാരം ബാത്തിലാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ മനുഷ്യ ഓലിപ്പ എന്തായി കേട്ടില്ലങ്ങള് ഇത് പറയാൻ ഇവൻ വലിയ മൂപ്പന. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാവുന്ന സഖാഫിമാര് അഹ്സനിമാര് നമ്മളൊക്കെ വളരെയധികം ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളൊരു മഹല്ലോ അവരെ മുമ്പത്തെ പതിവ് ഉസ്താദ് മയ്യത്ത് ഖബറടക്കി തെൽക്കീനും ചൊല്ലിക്കഴിഞ്ഞാൽ ദുആ ചെയ്യാനേ ഉസ്താദ് പോവാറുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് അവിടുത്തെ പതിവ് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ ആ മയ്യത്ത് ഖബറടക്കുന്നത്, ആ മയ്യത്ത് അവരെ ഖബറിൽ വെക്കുന്നത് സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയോക്കട്ടെ, ഓലൊക്കെ പറ്റോ എങ്ങാക്കെന്ന് മനസ്സിലാക്കി കൊടുത്ത് പറയുമ്പോൾ ചിലപ്പം ഫസ്റ്റിലൊക്കെ ഒരു ഒച്ചുംപുലിണ്ടാവും. മറ്റേ ഉസ്താദൊന്നും അങ്ങനെ വാങ്ങത്തില്ലല്ലോ. ഒരു ഒച്ചുംപുലിയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒച്ചുംപുലി ഒന്നും പരിഗണിക്കാതെ നല്ല നയത്തില് നല്ല സ്നേഹത്തില് പറയേണ്ട രൂപത്തിൽ പറയുമ്പോ ആരും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് പുരുഷന്മാരെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ദീനീ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവരായിരിക്കും. അവരെയൊക്കെ വിവരങ്ങൾ ഉണ്ടാകൂല. അവരിങ്ങനെ ആരോ ചെയ്ത് കണ്ട് അതങ്ങനെ അടിസ്ഥാനത്തിൽ മയ്യത്ത് കുളിപ്പിക്കാൻ ചിലപ്പോൾ നിർബന്ധമായ പലതും അല്ലെങ്കിൽ അഫ്ളലായ സുന്നത്തായ പലതും അവരുടെ അടുക്കൽ അപാകത വരുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു ഉസ്താദ് എന്ന നിലയ്ക്ക് നമ്മുടെ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു SSFന്റെ പ്രവർത്തകൻ നമ്മുടെ ഏതോ ഒരു കുടുംബമിത്രാദി മരിച്ച വീട്ടിൽ പോയതാണ്. നമ്മൾ അവിടെ ഒഴിഞ്ഞു നിൽക്കരുത്. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് സംഘടനയുടെ കീഴിലായി മയ്യത്ത് സംസ്കരണം പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുടുംബമിത്രാദി മരിച്ചിട്ടുണ്ട്, ഞാൻ ആ കുളിപ്പിക്കുന്നിടത്തൊന്ന് പോയോക്കട്ടെ, ഓലെങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്, ശരിയായ രൂപല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മഹല്ലും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെയും എത്തിക്കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ പറയുന്നു, ഒരുപാട് മുഅ്മിനീങ്ങളുടെ അമലു സഹീഹാക്കി ഖൈറായ നിലക്ക് അഫ്ളലായ നിലക്ക് സുന്നത്തായ നിലക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും ചെയ്യുന്ന അമലുകളൊക്കെയും സഹീഹായി അത് മഖബൂലായ നിലക്ക് ആഖിറത്തിൽ അതിന്റെ പ്രതിഫലം ലഭിക്കാനും നമ്മൾ കാരണമാവും. ഞാൻ ഈ ഓൺലൈനിലൂടെ അത് പറയുന്നത് ഇങ്ങനൊക്കെ കേൾക്കുന്ന ഒരുപാട് SYSന്റെ SSFന്റെ സാധാരണ പ്രവർത്തകരുണ്ടാവും. അപ്പൊ അവരോടാണ് ഇന്നിപ്പോ ഞാൻ ഈ വയലുക. നമ്മൾ സംഘടനാ അടിസ്ഥാനത്തില് എന്താണ് ഇവരെ ഒളുഹിയത്തെന്ന ക്രമം ചെയ്യുമ്പോ അതുപോലെ തന്നെ നമ്മൾ സംഘടന കീഴിൽ മയ്യത്ത് കുലിപ്പിക്കാൻ പറ്റാകുന്ന ഒരു 10 ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഒരു 10-15 ചെറുപ്പക്കാരെയും കാരണവന്മാരേക്കും വിളിച്ചു കൂട്ടിയിട്ട് ആ മയ്യത്ത് കുലിയുമായി ബന്ധപ്പെട്ടറിയുന്ന ക്ലാസ് എടുക്കാൻ പറ്റാകുന്ന ഒരാളെ വിളിച്ച് നമ്മുടെ സംഘടനയുടെ കീഴിലായി മയ്യത്ത് സംസ്കരണത്തിന് പറ്റാകുന്ന കുറച്ച് ചെറുപ്പക്കാരെ സെറ്റപ്പാക്കിയെടുക്കുക. അൽഹംദുലില്ലാഹ് നമ്മുടെ പാഠശാല വിഷയങ്ങളും നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി സോണിലും സർക്കിളിലും യൂണിറ്റിലൊക്കെയും നടത്തുന്നുണ്ട്. ഒരുപാട് പുതിയ പുതിയ സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സമൂഹത്തിന്റെ ആ ഒരു സന്തോഷം നമുക്ക് പങ്കുവെക്കുവാനും അവരും നമ്മളും ആഖിറത്തിൽ വിജയിക്കാനും ഉപകാരപ്രദമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് നന്മയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയിലൂടെ, സോൺ കമ്മിറ്റിയിലൂടെ, സർക്കിൾ കമ്മിറ്റിയിലൂടെ, അതുപോലെ
തലയിലേക്ക് തിരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് സംഘടനാപരമായി ഇങ്ങനത്തെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെയും നടക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ഇങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെയും സാധാരണക്കാരന്റെ അമല് ഹൈറായ നിലക്ക്, സ്വഹീഹായ നിലക്ക്, മഖബൂലായ നിലക്ക് ആക്കി തീർക്കാനുള്ള സാഹചര്യങ്ങള് നമ്മുടെ ഓരോ യൂണിറ്റ് തലങ്ങളിലും ഉണ്ടായി. അതിനുള്ള സംവിധാനം ഒരു മഹല്ലത്തിൽ ഒരു സഖാഫിയോ ഒരു അഹ്സനോ ഇല്ലാതിരിക്കൂല, അല്ലെങ്കിൽ നമ്മെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ ഇല്ലാതിരിക്കൂല. ആ പണ്ഡിതന്റെ നേതൃത്വത്തില് ഒരു ബലിപെരുന്നാൾ ദിവസങ്ങൾ വരുമ്പോ സംഘടിതമായി ഉളൂഹിയത്ത് നടക്കുമ്പോ അത് ചെയ്യുന്ന ആൾക്കാരൊന്ന് വിളിച്ച് ഇന്നിന്നും കാര്യങ്ങൾ ഈ വിഷയത്തില് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോ ഒരുപാട് കാര്യം കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഇത് ആമുഖമായി പല വിഷയത്തിലേക്കൊന്ന് സൂചന എന്നതാ. മയ്യത്ത് കബറടക്കുന്നിടത്ത് തകരാറുകൾ പറ്റുന്നുണ്ട് സാധാരണക്കാർക്ക്. മയ്യത്തിന്റെ കബറടക്കൽ സഹീഹല്ലാത്ത രൂപത്തിലേക്ക് എത്തുന്നുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് സാധാരണക്കാർക്ക് തകരാറ് പറ്റുന്നുണ്ട്. മയ്യത്ത് കഫൻ ചെയ്യുന്നിടത്ത് സാധാരണക്കാർക്ക് തകരാറ് പറ്റുന്നുണ്ട്. ഞാൻ എല്ലാ വിഷയത്തിലല്ല, പക്ഷേ സാധാരണക്കാരുടെ ഭാഗത്തേക്ക് അറിയുന്നവർ ശ്രദ്ധിക്കുന്നത് കുറഞ്ഞതാണ് ഇതിനെല്ലാം യഥാർത്ഥത്തിൽ കാരണം. ഏതായിരുന്നാലും ഒരൊറ്റ മസ്അല കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം തിരിയാൻ വേണ്ടി ഒരൊറ്റ മസ്അല കൂടി പറഞ്ഞ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. സാന്ദർഭികമായി ഉളൂഹിയ്യയിലൊക്കെ നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് അങ്ങനത്തെ വിഷയവുമായി ബന്ധപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കുറെ മൃഗത്തെ അറുത്ത് എന്റെ 10 പോത്തിനകത്തു, അല്ലെങ്കിൽ SSF 15 പോത്തിനകത്തു, വലിയ സംഘടനയാണ് എന്ന പേര് ചിലപ്പം നേടലും ചിലപ്പം നമ്മൾ ഇബിലീസ് നമ്മെ ചിലപ്പം അങ്ങനെ തിരിപ്പിച്ച് കളയും. എന്റെ SSFന്റെ SYSന്റെ പ്രവർത്തകരോട് സാധുവായി എനിക്ക്, ഞാനൊരു ഉസ്താദന്മാരൊരു ഖാദിമ് എന്ന നിലക്ക്, ക്ലാസ് റൂമിന്റെ ഒരു വലിയ പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് എന്ത് വേണം? ഞാൻ ജനങ്ങളേക്കെന്ന്, സാധാരണക്കാരേക്കെന്ന്, അവർ ഗൾഫ് മേഖലയിൽ ചോര നീരായി തെന്തിച്ച നിങ്ങൾക്കറിയില്ലേ? കാരണം ഒരു പങ്ക് ചേരാൻ, ഉളൂഹിയ്യത്തിൽ 1/7 ഒരു പങ്ക് ചേരാൻ ചിലപ്പം 6000, 7000 രൂപ വേണ്ടി വരും അല്ലേ? ഒരു സാധാരണ പ്രവാസി 7000, 6000 രൂപ തന്ന് ഉളൂഹിയ്യത്തിൽ പങ്കു ചേരുമ്പോ അവന്റെ ഒരു മാസത്തെ അധ്വാനാണത്. അപ്പോഴാണ് നമുക്ക് ഈ മസ്അലന്റെ ഗൗരവം തിരിക. ആ പ്രവാസി സുഹൃത്തായ SSFകാരൻ അല്ലെങ്കിൽ പ്രവാസി സുഹൃത്തായ ഒരു SYSകാരൻ നമ്മുടെ യൂണിറ്റില് സംഘടിതമായി ഉളൂഹിയ്യത്ത് നടക്കുന്നുണ്ട്. അത് വിജയിക്കണം. അത് സംഘടനക്കൊരു ഇസ്സത്താണ്. ജനങ്ങളൊക്കെ അത് കാരണം സംഘടനയോട് അടുക്കും. അതിലൂടെ കുറെ ദീനിയായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ചൊരു പ്രവാസി 7000 6000 അയച്ചു തരുമ്പോൾ ഒരു കാര്യം നമ്മുടെ അത് കൈകാര്യം ചെയ്യുന്ന പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു പ്രവാസി ഒരു സാധാരണക്കാരനാണെങ്കിൽ അവന്റെ റൂമിന്റെ ചെലവ് കഴിച്ച്, അവന്റേതായ ഭക്ഷണത്തിന്റെ ചെലവ് കഴിച്ച്, അവന്റേതായ കോൾ ചാർജിന്റെ പൈസയും കഴിച്ച് അവന്റെ ഒരു മാസം അവനിക്ക് മിച്ചം വന്ന ഒരു സംഖ്യയാണ് ഈ 6000. ഈ 6000 ചിലപ്പം അവൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും ഭാര്യയോടും കുട്ടികളോടും, നമ്മുടെ സംഘടനയുടെ കീഴിൽ ഉളൂഹിയ്യത്തുണ്ട്, അതുകൊണ്ട് അതിൽ ആള് കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തുണിയും കുപ്പായം നമ്മൾ ചെറിയനാക്ക് ഉണ്ടാക്കിയില്ലേ, എല്ലാവർക്കും അത്യാവശ്യമൊക്കെ നിൽക്കാതെ തുണിയും കുപ്പായല്ലേ, പെരുന്നാക്ക് നമുക്ക് തുണിയും കുപ്പായം വേണ്ട, നമുക്കൊരു ഉളൂഹിയ്യത്തിൽ പങ്കുചേരാം. കാരണം ഒരു വീട്ടുകാരനാകുമ്പോ ആ വീട്ടിലെ കുടുംബനാഥൻ ഒരു ഉളൂഹിയ്യത്തിൽ പങ്കു ചേർന്നാൽ ആ വീട്ടുകാർക്ക് ഉളൂഹിയ്യത്തിന്റെ പ്രതിഫലം ലഭിക്കില്ലെങ്കിലും എന്തു ലഭിക്കും? ആ വീട്ടുകാരോടൊക്കെയും ഉളൂഹിയ്യത്തറക്കുക എന്ന ഒരു തേട്ടം, ഒരു ഇസ്ലാമികമായ കൽപ്പനയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടും. ഒന്നുകൂടി അത് സാധാരണക്കാർക്ക് തിരിയാണ്. ഞാനും 3 കുട്ടികളും ഒരു ഭാര്യയും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു ഉളൂഹിയ്യത്ത്. അപ്പൊ ഈ കുടുംബനാഥൻ ഞാനാണല്ലോ, ഇവർക്കും എനിക്കും അവർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നവൻ ഞാനാണ്. അപ്പൊ ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് ഈ വീട്ടിലെ
എല്ലാവർക്കും വേണ്ടി ഉലൂഹിയത്ത് അടക്കണം എന്നൊരു കൽപ്പനയുണ്ട്. അപ്പൊ ഞാൻ എന്താക്കി, നമ്മുടെ സംഘടനയുടെ കീഴിൽ നടക്കുന്ന ഉലൂഹിയത്തിൽ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി നടത്തുന്ന ഉലൂഹിയത്തിൽ ഒരു പങ്ക് ചേർന്നു. പങ്ക് ചേർന്നാൽ ഉലൂഹിയത്താത്ത പ്രതിഫലം എനിക്കെന്നെ കിട്ടുള്ളൂ, അത് ഭാര്യക്കും കുട്ടികൾക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് എന്ത് കിട്ടും, എന്ത് ലഭിക്കും? ഇവരോടൊരു തേട്ടമുണ്ട്, ഉലൂഹിയത്തടക്കണമെന്ന ഒരു തലബ് എന്ന് അറബിയിൽ പറയും. ആ തലബ് സാക്കിത്താവും എന്ന് പറഞ്ഞാൽ അവരോട് ഉലൂഹിയത്തടക്കണമെന്ന തേട്ടത്തിൽ നിന്ന് രക്ഷപ്പെടും. അവരുടെ കുടുംബനാഥനായ ഞാൻ ഒരു ഉലൂഹിയത്തിൽ പങ്കുചേരൽ കൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അങ്ങനെ കുട്ടികളോട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ വർഷം ബലി പെരുന്നാൾക്ക് നമുക്ക് തുണിങ്കുപ്പായം വേണ്ട, ചെറിയ പെരുന്നാൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയില്ലേ, അത്യാവശ്യം ധരിക്കാനുള്ള വസ്ത്രങ്ങൾക്കില്ലേ, അതുകൊണ്ട് ഈ വർഷം വാപ്പ നമ്മുടെ സംഘടനയുടെ കീഴിലുള്ള ഉലൂഹിയത്തിൽ പങ്കുചേരാണ്. ചുരുക്കി പറഞ്ഞാൽ അവന്റെ മക്കൾക്ക് തുണിങ്കുപ്പായം ഉണ്ടാക്കാതെ അവന്റെ ഒരു മാസത്തെ അധ്വാനാണ് 7000. ഇത് വാങ്ങിയിട്ടായിരിക്കും നമ്മൾ ഉലൂഹിയത്തെന്ന മഹത്തായ അമല് സംഘടിതമായി നമ്മുടെ മഹല്ലത്തിൽ നമ്മുടെ യൂണിറ്റ് തലങ്ങളിൽ നടക്കുന്നത്. പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നവർ അതിന്റെ മസ്അല അറിയാതെ കൈകാര്യം ചെയ്താൽ ഇവരെ ഉലൂഹിയത്ത് നടക്കുന്നില്ല. ഈ നമ്മുടെ ഗൾഫിലുള്ള പ്രവർത്തകനായ പ്രവാസി സുഹൃത്തിന്റെ ഒരു മാസത്തെ അധ്വാനം അവന്റെ ശമ്പളമാണ് ഞാൻ വെറുതെയാക്കി. ഒരു മിനിറ്റ്, അവന്റെ ഒരു മാസത്തെ ശമ്പളമാണ് നമ്മൾ വെറുതെയാക്കിയത്. അതുകൊണ്ട് സംഘടിതമായി കാര്യങ്ങൾ ചെയ്യുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ന് പലവരും ശ്രദ്ധിക്കാത്തൊരു വിഷയം നോക്കി, ഒരു ഉദാഹരണം പറയാം. 14 ആള് പങ്കു ചേർന്നു, നമ്മൾ 2 പോത്തിനെ അറക്കാൻ തീരുമാനിച്ചു. എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. 2 പോത്തിനെയാണ് നമ്മുടെ യൂണിറ്റ് തലത്തിൽ അറക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ എന്ത് ചെയ്തു, 14 ആൾക്കാരെ കണ്ടു. 14 ആൾക്കാർ കണ്ടിട്ട് ഓരോ വിഹിതം വാങ്ങി. ഒരു ഏകദേശം കണക്ക് 7-5-35 ഒരു നിങ്ങളൊക്കെ അങ്ങനെ തീരും. അങ്ങനെ ചന്തയിൽ പോയി 2 പോത്തിനെ വാങ്ങിക്കൊണ്ടുവന്നു. ശ്രദ്ധിക്കണം, നമ്മുടെ മഹല്ലത്തിലൊക്കെ നടക്കുന്ന ഉലൂഹിയത്തിന്റെ കോലം നമ്മക്ക് എത്രയുള്ളൂ. ഉലൂഹിയത്താത്ത് ഞങ്ങളുടെ നാട്ടിൽ 25 നടത്തു, 30 നടത്ത്, അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിൽ ഇത്ര നടത്തു. ഞാൻ ആക്ഷേപിക്കല്ലോ, ശ്രദ്ധിക്കുന്നില്ല സാധാരണക്കാര്. ഞാൻ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഓൺലൈനിലൊക്കെ ക്ലാസ് എടുക്കാൻ കൂടിയത് കൊണ്ട് ഒരുപാട് സാധാരണക്കാരെ ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ സാധിച്ചു എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഏതായാലും ഞാൻ പറയുന്നത്, നമ്മൾ പോയി 2 പോത്ത് വാങ്ങിക്കൊന്നു. നമ്മളെ കയ്യിൽ 14 പേര് വിഹിതം തന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? 1-ാം പെരുന്നാൾ കഴിഞ്ഞു, ആ 14 ആൾക്കാരും സ്ഥലത്തുണ്ട്. ആ 2 പോത്തിനെ എന്ത് ചെയ്തു, ഒരു പള്ളിയിലെ മുക്കിരി അല്ലെങ്കിൽ നാട്ടിൽ ആരാണോ പോത്തിനെ അറക്കുന്നവൻ ഓന് കയ്യിൽ കത്തിയും കൊടുത്ത് 2 പോത്തിനെ അറുത്തു. ഒക്കെ തോലക്കും കീച്ച് ഇറച്ചിക്കാക്കി കീസയിലാക്കി എല്ലാ പേരേക്കും എത്തിച്ചു. ഇതിപ്പോ ഇറച്ചി വിതരണായിപ്പത്. ഇത് ഉലൂഹിയത്തായില്ല. എന്തേ കാരണം? 14 പോത്തിനെ അല്ല 2 പോത്തിനെ ഇവരെ 14 പേര് കൂടിയിട്ടാ വാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഓരോ പോത്തിലും 14 ആള് പങ്കുണ്ട്. ഉലൂഹിയത്ത് മൃഗത്തിൽ പോത്ത് മാട് ഒട്ടകം പോലത്തെ മൃഗങ്ങളിൽ 7-ൽ അധികം പേര് പങ്കുവന്നാൽ അത് സഹീഹല്ല. കാരണം 14 ആളെ കാശ് കൂട്ടിയിട്ട് 2 പോത്തിനെ വാങ്ങിക്കൊണ്ടുവന്നിക്കാണ്. അവരെ എന്ത് ചെയ്യണം? പോത്തിനെ വാങ്ങിക്കൊണ്ടുവന്നാൽ 7 ആൾക്കാരെ വിളിക്കുക, എന്നിട്ട് പറയാ നിങ്ങളുടെ 7 ആളെ പോത്ത് ഇതാകുന്നു. മറ്റേ 7 ആളെ വിളിക്കുക, നിങ്ങളുടെ 7 ആളെ പോത്ത് ഇതാകുന്നു. എന്നിട്ട് വവ്വാറാക്കുക. ഇപ്പൊ എന്തായി? ഈ പോത്തിൽ 7 ആൾക്കാർക്കേ അവകാശമുള്ളൂ, ഈ പോത്തിൽ 7 ആൾക്കാർക്കേ അവകാശമുള്ളൂ. ഇങ്ങനെ വേർതിരിക്കാത്ത കാലത്തോളം
14 പേരിൽ നിന്ന് വിഹിതം വാങ്ങി 2 പോത്തിനെ പോയി വാങ്ങിക്കൊണ്ടുവന്ന് അറുത്താൽ ഈ ഓരോ പോത്തിലും 14 പേർക്കും പങ്കുണ്ട്. അപ്പൊ മൃഗത്തിൽ പങ്കുവന്നു, ഉളൂഹിയ്യത്ത് സഹീഹാകൂല. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അത് 2 3 ആവുമ്പോ അത് ആകെ തരം തിരിയാണ്. ഇനി അവിടെ തന്നെ ഒരു മസല. ഉസ്താദ് വന്നോ? അടുത്ത ക്ലാസ്സിൽ ഉസ്താദ് വന്നിക്കണേ. ആരാണെന്ന് കയറി അബുസീന ഉസ്താദാണോ? തിങ്കളാഴ്ചയല്ല ശനിയാഴ്ചയാണ് സ്കൂളില്ലാത്ത ദിവസമാണ്. ഇല്ല, ഈ ഒരൊറ്റ മസല എല്ലാവരും ശ്രദ്ധിക്കേണ്ട. സംഘടിതമായി ഉളൂഹിയ്യത്ത് നടത്തുമ്പോ ചെയ്യേണ്ട ഒരു കാര്യം എന്ത് ചെയ്യുന്നത്? നമ്മളൊരു 2 പോത്തിനെ അറക്കാൻ നമ്മൾ തീരുമാനിച്ചു. അത് ശ്രദ്ധിച്ചോളിട്ട് ഒരു മസല കൂടി പറഞ്ഞാൽ മൈക്കവിട. നെഞ്ചിന് വലിയ സുഖമില്ല, എന്നാലും ഉറക്കൊളിച്ചിട്ടും തെക്കുബീർ ചൊല്ലിയിട്ടൊക്കെ ഇൻഷാ അല്ലാഹ്. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് എന്ത്, ഇന്ന് ശനിയാഴ്ചയാണ്, വൈകുന്നേരം ഇന്ത്യൻ സമയം 4:30 സാധുവായ എന്റെ ഒരു ക്ലാസിന്റെ തിരുത്തപ്പെടേണ്ട ധാരണ എന്ന ക്ലാസിന്റെ ഒരു സമയമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അവിടെ വെച്ചും പറയാം. ഇനി ഇത് സംബന്ധമായ വല്ല ചോദ്യങ്ങളോ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ അമലാണല്ലോ ബാത്തിലാകുന്നത്. നമ്മുടെ ഉസ്താദന്മാർ നമുക്കിതൊക്കെ വിശദീകരിച്ചു തരുന്നുണ്ടല്ലോ. എന്താ അത്? ഇപ്പോ നമ്മൾ യോഗം കൂടി, SYSന്റെ യോഗം കൂടി. നമ്മളിപ്പോ പൊതുവിലുള്ള മഹല്ല് കമ്മിറ്റി കണ്ടുകൂടി നമുക്ക് നമ്മളെ സംഘടനയുടെ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയാക്കുന്ന മസല പറയാം. ഏതെങ്കിലൊക്കെ കൗമ് ഏറ്റി നടത്തുന്ന മഹല്ല് നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരാണെങ്കിൽ ഓല റബ്ബ് ആയിക്കോട്ടെ. അപ്പൊ നമ്മളെന്താ ചെയ്യുക? നമുക്ക് പറയാനല്ല പറ്റുള്ളൂ. ഇജ് ഏൽപ്പിക്കാനാണ്, ഇജ് പിത്താണ്ടാക്കാൻ വരികയെന്ന് പറഞ്ഞിട്ടൊരു മഹല്ല് കമ്മിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് റബ്ബിനോട് പറയാം, അല്ലാ ഇന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓല് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മള് SYSന്റെയും SSFന്റെയും കീഴിലൊക്കെ ഇത് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. 2 പോത്തിനടക്കാൻ നമ്മളിങ്ങനെ ചെറിയനാള് കഴിഞ്ഞ് യോഗം കൂടി. നമ്മൾ ഏകദേശം ഇത്ര വീട്ടേലുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ട് 2 പോത്തിനെങ്കിലും നമുക്ക് അറക്കണം. എന്നാലേ ഇപ്പൊ എല്ലാ വീട്ടിൽക്കും ഒരു അത്യാവശ്യമുള്ള മാംസം എത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ എന്ത് ചെയ്തു? 2 പോത്തിന് ഏകദേശം നമ്മൾ വില കണക്കാക്കി. പോത്തിന് ഇത്ര റുപ്യ, അതിന്റെ അളവ് കൂലി ഇത്ര എന്നൊക്കെ പറഞ്ഞ് ഒരു പോത്തിന് 42,000 റുപ്യ ചെലവ് വരും. വാങ്ങലും നോക്കലും അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി 42,000 റുപ്യ തീരുമാനിച്ചു. അപ്പൊ 2 പോത്തിന് എത്ര റുപ്യായി? 84,000 റുപ്യായി. ശ്രദ്ധിക്കണട്ടോ, നല്ല ശ്രദ്ധിക്കേണ്ട ഒരു മസലയിലേക്കാണ്. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സംശയം വ്യക്തമായി തീർക്കണം. നമ്മുടെ ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ, നമ്മുടെ ഉളൂഹിയ്യത്തിന് വേണ്ടിയിട്ടും കൊടുക്കുന്ന കാശ് നമ്മുടെ ഉളൂഹിയ്യത്തായിട്ട് തന്നെ അങ്ങോട്ട് വരണം. നമ്മുടെ അധ്വാനം ആഖിറത്തിൽ ആ ഉളൂഹിയ്യത്ത് മൃഗത്തെ കാണാൻ നമുക്ക് സാധിക്കണം. കൂട്ടത്തിൽ ഞാനൊന്ന് പറയാണ്, എന്താണ് ഈ മൃഗത്തിന് ഉളൂഹിയ്യത്ത് എന്ന് പേര് വെക്കാൻ കാരണം? അവരുടെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിന് ഒരു കാരണം എന്താ? ഉളൂഹിയ്യത്ത് ളുഹയിൽ നിന്ന് പോകുന്നൊരു വാക്കാണല്ലോ. ളുഹ ഉളൂഹിയ്യത്ത് ഏകദേശം സാദൃശ്യതയുണ്ട്. അപ്പൊ ഈ ളുഹ എന്ന് പറഞ്ഞാൽ തോളമാകുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഉളൂഹിയ്യത്ത് അറക്കുന്നവന്റെ മുഖം ആഖിറത്തിൽ നല്ല പ്രശോഭിതമായിരിക്കും, നല്ല ലംഘുന്ന മുഖമായിരിക്കും. ഉളൂഹിയ്യത്ത് അറക്കുന്നവനിക്കുള്ള ഒരു പ്രതിഫലമാണ് ആഖിറത്തിൽ. അത് നമ്മൾ അറക്കുന്ന ഉളൂഹിയ്യത്ത് സ്വഹീഹായ നിലക്ക് ആകുമ്പോഴാണ് ഈ ആഖിറത്തിൽ നമ്മുടെ മുഖം പ്രശോഭിതമായി തീരുക. അതിനു വേണ്ടിയാണ് ഇത്രയും ഗൗരവത്തിൽ സാധിച്ചു. നമ്മൾ പോത്തർച്ചിയുടെ വിലയും അറവ് കൂലിയും നോക്കുന്നതൊക്കെ ഇങ്ങനെ കണക്കാക്കി ഒരു പോത്തിന് 42,000 റുപ്യാനും കണക്കാക്കി. അപ്പൊ 2 പോത്തിന് 84,000 റുപ്യ നമ്മൾ കണക്കാക്കി. അപ്പൊ 14 പേര് പങ്കു ചേർന്ന്, അല്ലെങ്കിൽ 7 പേര് പങ്കു ചേർന്ന് അളക്കാനാണ് തീരുമാനം. നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് അറിയോ? 84,000 14 ഓഹരി വെക്കും. 84,000 14 ഓഹരി വെച്ചാൽ ഒരു ഓഹരിയിൽ എത്ര ഉണ്ടാവും? 7,000 റുപ്യ ഉണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 6,000 അല്ലേ?
42 വെച്ച് 6000 രൂപ. അപ്പൊ 84,000 രൂപയെ 14 ഓഹരി വെച്ചാൽ ഒരു ഓഹരിയിൽ 6000 രൂപ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ യോഗത്തിൽ തീരുമാനിച്ചിട്ടോ. SYSന്റെ യോഗം ചേർന്നപ്പോ, SSFന്റെ യോഗം ചേർന്നപ്പോ, അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയുടെ യോഗം ചേർന്നപ്പോ, അബുസിനാൻ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തീരുമാനിച്ചു വെച്ചു. എന്നിട്ട് 6000 രൂപ അങ്ങനെ നമ്മളെ പ്രവർത്തകരൊക്കെ നമ്മൾ പോയി കണ്ടു. നമ്മൾ SYSന്റെ കീഴിൽ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ മദ്രസ കമ്മിറ്റി ആരോ ആവട്ടെ ഒളൂഹിയത്ത് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 2 എന്തായാലും ഇറക്കണം, എന്നാലേ എല്ലാ വീട്ടിൽക്കും മാംസം എത്തുള്ളൂ. അതുകൊണ്ട് ഏകദേശം ഇപ്പോൾ 42,000 രൂപയാണ് ഒരു പോത്തിന്റെ വിലയും അറവുകൂലി എല്ലതും പാടെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിഹിതം 6000 ഓക്കെ. ഓൻ സമ്മതിച്ചു. ഓന്റെ കീശേന് 6000 രൂപ എത്തെങ്ങാണ്ട് വാങ്ങി കൊടുത്തു. അങ്ങനെ ഒരു പോത്തിനെ വാങ്ങാൻ പോയി. അപ്പൊ മൊത്തം 7 ആൾക്കാർ കൂടി 6000 രൂപ 42,000. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പ് വരണം. അതുകൊണ്ട് രസടിക്ക് ഇത് കേൾക്ക്. ഞാൻ ഇതുവരെ പറഞ്ഞവരൊക്കെ ഒരു രസടിക്ക്. അതെന്തിനാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവരും കേട്ടു എന്ന് ഉറപ്പ് വേണം. നമ്മൾ ഇനി വാങ്ങാൻ പോകുന്ന പോത്ത് റെഡിമെയ്ഡ് പോത്തല്ല. 35,000 രൂപയ്ക്ക് കണക്കാക്കി ഉണ്ടാക്കി വെച്ച പോത്തിനല്ല നമ്മൾ വാങ്ങാൻ പോകുന്നത്. നമ്മൾ ചെറിയ പോത്താവാം, ചിലപ്പം വലിയ പോത്താവാം. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഒരു പോത്തിന്റെ വില 35,000, 6000 രൂപ അറവ് കൂലിയും അതിന്റെ വിതരണ കൂലിയാണ്. 35,000 രൂപയ്ക്ക് 2 പോത്തിന് റെഡിമെയ്ഡ് പോത്ത് വാനിയംകുളം ചന്തയില് കണക്കാക്കി റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ച പോത്തിനെ വാങ്ങാൻ പോവുകയല്ല. പിന്നെന്താണ്? ജീവനുള്ള തൂക്കത്തിൽ, മാംസത്തിന്റെ തൂക്കത്തിൽ ഏറ്റച്ചുരുക്കമുള്ള മൃഗത്തെ വാങ്ങാൻ പോവുക. അപ്പൊ എന്തുണ്ടാവും? ചിലപ്പം ഒരു പോത്തിന്റെ വില 38,000 ആയേക്കാം. ശ്രദ്ധിക്കണം. മറ്റേ പോത്തിന്റെ വില 34,000 ആയേക്കാം. അവരപ്പൊ 2 പോത്തിന് നമ്മൾ തീരുമാനിച്ചത് 35,000. 6,000 അതിന്റെ അറവ് കൂലിയും വിതരണ ചെലവിലേക്കാണ് വാങ്ങിയിട്ടുള്ളത്. 1000 രൂപ അതവിടെ നിൽക്കട്ടെ. ഒരു പോത്തിന് നമ്മൾ 35 കണക്കാക്കി. പക്ഷെ ചന്തേ ചെന്നപ്പോ എന്ത് ചെയ്തു? ഒരു പോത്തിന്റെ വില 38,000. കാരണം കുറച്ച് മാംസം അധികമാണ്. വേറൊരു പോത്തിന് നിബന്ധനയൊത്തൊരു പോത്തിനെ നമ്മൾ വാങ്ങി. അതിന്റെ വില എത്ര? 34,000. കാരണം എന്താ? അതിന് അത്ര തന്നെ എന്തില്ല മാംസമില്ല. എന്താക്കാണ്? ഇവിടെ 6,000 രൂപയാണ് പോത്തിന്റെ വില ആയിട്ട് നമ്മൾ എല്ലാരേക്കൊന്ന് വാങ്ങിയിട്ടുള്ളത്. 38,000 രൂപ വിലയുള്ള പോത്തിന്റെ 7 വിഹിതം നമ്മൾ വാങ്ങിയിട്ടുള്ളത് എത്രയാണ്? 6,000 വെച്ചിട്ടാണെങ്കിൽ വാസ്തവത്തിൽ 42,000 കൊണ്ട് ഈ പോത്തിന്റെ പണി കഴിയൂല. കാരണം പോത്തിന്റെ വില എന്തായിക്കണ്? 38,000 ആയിക്കണ്. ഇനി അറവ് കൂലിയും വിതരണ കൂലി 44,000 രൂപയായി ഈ പോത്തിന് മൊത്തം അറവും ചെലവും എല്ലാം കൂടി. മറ്റേ പോത്തിന്റെ വില അത്ര ആയിട്ടില്ല. 34,000 രൂപ മറ്റേ പോത്തിന് വില വന്നിട്ടുള്ളൂ. ഇനി അതിന്റെ അറവ് കൂലിയും വിതരണ കൂലി 6,000. അപ്പൊ 38,000. അപ്പൊ ഈ 38,000 വന്നു. അതിൽ 4,000 ബാക്കിയുണ്ട്. ശ്രദ്ധിക്കണം. മറ്റേ 7 ആൾക്കാരുടെ പോത്തിന് ആകെ ചെലവ് വന്നത് 38,000. ഈ 7 ആൾക്കാരുടെ പോത്തിന് മൊത്തത്തിൽ എത്ര രൂപ വന്നു? 44,000 രൂപ ചെലവ് വന്ന്. നമ്മൾ റെഡിമെയ്ഡ് പോത്തല്ലല്ലോ വാങ്ങണ്, നമ്മൾ ഏറ്റച്ചുരുക്കല്ലേ. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മളൊന്നും ശ്രദ്ധിക്കൂല. ഈ 38,000 രൂപ ചെലവ് വന്ന 7 ആൾക്കാരെ പോത്തിന്റെ കാശിലുള്ള ബാക്കിയുള്ള 4,000 ഏതിൽക്ക് കൂട്ടിക്കൊടുക്കാണ്? 44,000 രൂപ ചെലവായ 7 ആൾക്കാരുടെ പോത്തിലേക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊടുക്കുക. ഇപ്പൊ എന്താ ഇവരുടെ 4,000 ഇവരെ സമ്മതല്ലാതെ മറ്റോര് ഉപയോഗിച്ചു. അത് ഫുൾ കാരണസാനി. അതപ്പോ ഈ മസ്അല തിരിഞ്ഞ ഞാൻ ഇത്രയും സമയം പറഞ്ഞിട്ട് ഈ ഒരു മസ്അല 4 ആൾക്കെങ്കിലും മനസ്സിലായി എനിക്ക് ബോധ്യപ്പെടണം. എന്നാലേ ഇപ്പൊ ഉറങ്ങാൻ സമാധാനം കിട്ടുള്ളൂ. ഇത് ഫുള്ള് കാത്തോലോ രസാനി. ഇതിന്റെ തല മുതൽ അവസാനം വരെ അൽഹംദുലില്ലാ ഒരാളെ കിട്ടി. ഫുള്ള് കേൾക്കാത്തോല ഇൻഷാ അല്ലാഹ് മതി. ഇഞ്ഞുള്ളവർക്ക് രസായിരിക്കും. നോക്കിയാല് ആരാത് ശ്രദ്ധിക്കണേന്ന്.
ഇവിടെ ഒരാളെ ഒരു ടീമിന്റെ പോത്തിന് 44,000 ചെലവ് വന്ന് മൊത്തം വിതരണം കഴിഞ്ഞപ്പോ, പക്ഷെ അവരേക്കെന്ന് വാങ്ങിയത് 40. മറ്റേ ടീം ഗ്രൂപ്പിന്റെ അടുക്കൽ നിന്ന് 42,000 വാങ്ങിയിരുന്നു. പക്ഷെ അവർക്ക് എത്രേ ചെലവ് വന്നിട്ടുള്ളൂ? 40,000 ചെലവ് വന്നിട്ടുള്ളൂ. അപ്പൊ ആ ഗ്രൂപ്പിൽ പെട്ടവരിൽ 2,000 ബാക്കി. അധികം ചെലവായ ഗ്രൂപ്പിന്റെ 2,000ത്തിലേക്ക് കൂട്ടി. ഇവർ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഒലൂഹിയത്ത് സഹിയാവാത്ത പ്രശ്നം വരുന്നുണ്ട്. ഇവരുടെ ഒലൂഹിയത്ത് നേരെ മറിച്ച് ഈ 14 ആൾക്കാരും വിളിച്ച് പറഞ്ഞു. ചിലപ്പം ഒരു 5 ഉറുപ്പ്യം 10 ഉറുപ്പ്യം 100 50 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റ വ്യത്യാസം വരും. ഇത് നമ്മൾ സംഘടിതമായി ഇറക്കുന്ന ഒരു ഒലൂഹിയത്തും പോയിട്ടില്ലാന്നോ, ഞാൻ പറഞ്ഞതൊന്നും പോയിട്ടില്ലാന്നോ, ഏതോ ഇരിക്കട്ടെ. ഏതായാലും ഞാൻ മൈക്കത് ചെയ്യുന്നു. ഇനിയും സംഘടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മരിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ സമയം 4:30 നിങ്ങളെല്ലാവരും, ഞാൻ എന്റെ ക്ലാസ് ആയതുകൊണ്ടല്ലോ, കാരണം ഇതൊന്നും സാധാരണക്കാർ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നു എന്നല്ലാതെ ഒലൂഹിയത്തിന്റെ പ്രതിഫലം നമുക്ക് ആഖിറത്തിൽ ലഭിക്കണം. നമ്മുടെ സംഘടനയുടെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തകന്മാർക്ക് ആക്കിക്കൊടുക്കാൻ അത് ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകർക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതൊക്കെ ചോദിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ നേതൃത്വമാണ് പൊന്മൽ ഉസ്താദ്, സുലൈമാ ഉസ്താദുകൾ നോക്കി. അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം നോക്കി. മറ്റോരൊക്കെ നോക്കുന്ന വഴിയൊക്കെ ഞാൻ തീർത്ത് പറയുന്നു, നമുക്ക് പഠിക്കാനും പകർത്താനും അതിന് പറ്റാകുന്ന ഒരു നേതൃത്വത്തെ അള്ളാഹു നമുക്ക് തന്നത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഈ ദുന്യാവിലെ ഒരു ഭാഗ്യമാണ്. മതപരമായിട്ട് നേരെ മറിച്ച് ആരൊക്കെ എന്തൊക്കെ നമീമത്തായാലും ഗീബത്തായാലും അവരങ്ങനെ നടക്കട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സഹിയായ രൂപത്തിൽ ആക്കി തീർക്കാനുള്ള മസ്അലകൾ പറഞ്ഞു തരുന്ന നമ്മുടെ ഉസ്താദന്മാര് എല്ലാ നേതാക്കന്മാർക്കും അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകി സംഘടിതമായി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബാക്കി കുറച്ചു കാര്യം വൈകുന്നേരത്തെ ക്ലാസ്സിലുണ്ടാകും. അത് സംബന്ധമായ ചോദ്യോത്തരങ്ങളൊക്കെ നമുക്ക് അപ്പോൾ നടത്താമെന്ന് പറഞ്ഞ് അബ്സിനാൻ ഉസ്താദിന്റെ വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുത്തു എന്നതിൽ ഞാൻ മാപ്പ് ചോദിച്ച് മൈക്കൽ ഇത് ചെയ്യുന്നു. അസ്സലാമു